കേരളത്തിന്റെ വള്ളപ്പെരുമ ഭൂഖണ്ഡങ്ങൾ കടക്കാനൊരുങ്ങുകയാണ്. ഇംഗ്ലണ്ടിലേക്ക് അയക്കാനായുള്ള തടിവള്ളത്തിന്റെ നിർമ്മാണം കുമരകത്ത് അവസാന ഘട്ടത്തിലാണ്. കുമരകത്തെ വള്ള നിർമ്മാണത്തിന് പേരുകേട്ട മാത്തച്ഛനാണ് ശില്പി. കേരളത്തിന്റെ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ കുമരകത്തെത്തിയ ഇംഗ്ലണ്ടുകാരൻ മോയിസ് മാത്തച്ഛന്റെ കരവിരുതിൽ ആകർഷനായി. സ്വന്തം നാട്ടിലേക്ക് കേരളത്തിന്റെ വള്ള സൗന്ദര്യം എത്തിക്കാൻ സായിപ്പിന് മോഹം. ആവശ്യമറിയിച്ചപ്പോൾ മാത്തച്ഛൻ ഡബിൾ ഓക്കെ. വൈകാതെ പണിയും ആരംഭിച്ചു. ആഞ്ഞിലിത്തടിയിൽ തയ്യാറായി ഉഗ്രനൊരു വള്ളം. ചെറുതോടുകളിലൂടെ സുരക്ഷിതമായി പോകാനാവണം. നീളം കുറച്ച് വീതി കൂട്ടണം. ഇത്രമാത്രമായിരുന്നു ഇംഗ്ലണ്ടുകാരൻ മോയിസിന്റെ ആവശ്യം. തുടങ്ങി വേണ്ടി വള്ളം ഉണ്ടാക്കണം. അതിനെ വീതി ഇന്ന നീളം ഒക്കെ വേണമെന്ന് പറഞ്ഞ് പൊക്കം ഇത്ര മതി. പടിയും ചാരിയും ഒക്കെ ഉണ്ടാക്കണം പറഞ്ഞ് അങ്ങനെ ആവശ്യമായിട്ട് ഉണ്ടാക്കിയാണ്. നേരത്തെ വലിയ വള്ളങ്ങളൊക്കെ ഉണ്ടാക്കുമായിരുന്നു. വെള്ളത്തിൻ്റെ പണി ഇല്ലാഞ്ഞ പണി മൊത്തത്തിൽ കുറവായതുകൊണ്ട് ഉണ്ടാക്കുന്നില്ല. അപ്പം വരുന്ന വള്ളങ്ങൾ റിപ്പയർ ചെയ്ത് നോക്കുന്നത്. ഇത് തുടങ്ങി 25 വർഷം മുമ്പ്. നേരത്തെ മണലുകാരുണ്ടായ സമയത്ത് കൂടുതലും വള്ളങ്ങൾ എനിക്ക് സ്വന്തമായിട്ടുണ്ടായിരുന്നു. അത് പണിയാൻ വേണ്ടി തുടങ്ങിയതാണ് വർക്ക്ഷോപ്പ്. പിന്നെ മറ്റു പണിക്കാരെ കുറവായതുകൊണ്ടും ഇവിടെ സ്ഥിരമായിട്ട് പണിക്കാരുള്ളതുകൊണ്ടും എല്ലാവരും അതുപോലെ വെള്ളത്തിൻ്റെ പണികൾ റിപ്പയറിങ് പോയി. ഈ പുതിയത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 60,000 രൂപ. ഇത് ആഞ്ഞിലിത്തടിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനിയിപ്പോൾ അതിന് പെയിന്റ് അടിക്കണം. കൂട്ടിയാണ് പറഞ്ഞിരിക്കുന്നത്. 60,000 രൂപയ്ക്ക് ചെന്ന് കിട്ടാനൊന്നുമില്ല. പിന്നെ മുന്നോട്ടൊരു ആഗ്രഹം കണ്ട് ഞാൻ ഉണ്ടാക്കി കൊടുത്തു മാത്രമേ ഉള്ളൂ. നഷ്ടമൊന്നുമില്ല. ലാഭമാണ്. ഇത് 8 ദിവസം കൊണ്ട് പോകും. 8 ദിവസമായി. 3 പേര് 8 ദിവസം കൊണ്ട് പോകും. ഇതൊരു അരിക്കുറ്റിക്കാരാണ് ഇവിടുത്തെ പണിക്കാർ. പുള്ളി യൂറോപ്യൻ സാഹിബിന് വേണ്ടി പുള്ളി വന്നിങ്ങനെ ആവശ്യപ്പെട്ടു. പണിയാനൊക്കെ ആളുണ്ട്. പണി മൊത്തം കുറവായതുകൊണ്ട് അവരെ മറ്റു പുറത്ത് പണിക്കൊക്കെ പോയിരിക്കുകയാണ്. താമസിക്കാതെ വരും. ഇപ്പം 1-2 കയറ്റാനാണ്. കുമരകത്തെ ബോട്ട് ജെട്ടിക്ക് സമീപമാണ് മാത്തച്ഛന്റെ വർക്ക്ഷോപ്പ്. 2007 തുടങ്ങിയ സ്ഥാപനം ഇതുവരെ 50-ലധികം വള്ളങ്ങളുടെ അറ്റകുറ്റപ്പണികൾ നടത്തിയിട്ടുണ്ട്. പുതിയ വള്ളങ്ങളും ഏറെ നിർമ്മിച്ചു നൽകി. എന്നാൽ വിദേശത്തേക്കായുള്ള വള്ളത്തിന്റെ നിർമ്മാണം ആദ്യമായിട്ടായിരുന്നു. വള്ളം ഉണങ്ങുന്നതിനും പെയിന്റിങ്ങിനുമായിട്ടുള്ള അവസാനഘട്ട പ്രവർത്തനങ്ങൾ മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. വൈകാതെ തന്നെ കേരളത്തിന്റെ വള്ളപ്പെരുമ കടൽ കടക്കും. ജനം, കോട്ടയം.